നമുക്കറിയാം ക്ലബ് ലൈസൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണെന്ന്. കാരണം AFCയിലേക്ക് നമുക്ക് കളിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഒഡീഷ FCക്ക് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ AFC കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടാണ് ലൈസൻസ് കിട്ടാതിരുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഡിയം, അതിന് ചുറ്റുമുള്ള അന്തരീക്ഷമാണ്. അതായത് ഹോട്ടൽസൊക്കെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് ഗ്യാസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് നമ്മൾ ആ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ആ ഒരു ഹോട്ടൽസും അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. സോ അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് മാറ്റാവുന്ന സംഭവമല്ല. കുറേ പേര് ജീവിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. സോ അത് മാറ്റാനും പറ്റില്ല. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ പിന്നെ വേറെ പല പ്രശ്നങ്ങൾ. സോ അതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മെയിനായിട്ട് ലൈസൻസ് കിട്ടാതിരിക്കാനുള്ള കാരണം. സോ അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഒഡീഷ FCയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യത്തിലാണ്. അവർക്ക് യൂത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ട് എങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അത് കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നത് ഒഡീഷയുടെ മാനേജ്മെൻറ്റാണ്, ഒഡീഷ FCയാണ്. ബട്ട് അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് ഒഡീഷയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഒഡീഷ FCക്ക് ലൈസൻസ് കിട്ടാതെ പോയി. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് വലിയൊരു ഫൈൻ അടച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടൂ എന്നുള്ളതാണ്. എന്തായാലും ലൈസൻസ് കിട്ടട്ടെ എങ്ങനെയായാലും. എന്തായാലും ഇതൊക്കെ അവർ ക്ലിയർ ചെയ്യാനും മാക്സിമം ശ്രമിക്കട്ടെ. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പണ്ടോട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ല. TV കാണും, നല്ല സ്റ്റേഡിയമാണ്, ISLന് ഏറ്റവും നല്ല സ്റ്റേഡിയമാണ്. പക്ഷേ അതിൻ്റെ അന്തരീക്ഷവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ അതൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ ഒഡീഷ FC അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ ആ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് അവരുടെ ഭാഗമാക്കണം, ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാത്തത്. ഗവൺമെൻറ് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഒഡീഷ ഗവൺമെൻറ് ചെയ്യുന്നത്. പക്ഷേ അത് ഒഡീഷ FC അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് ഒഡീഷ FC തന്നെ ശ്രമിക്കണം.